കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിങ്ങിൻ്റെ ബിസിനസ് അവസരത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് സക്സസ്. യുവർ പൊസിഷൻ ഇൻ ദ എക്കോണമി. ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്, അമേരിക്കയിൽ ഒരു ധനശാസ്ത്രജ്ഞനായിട്ടുള്ള റോബർട്ട് കിയോസാക്കി അദ്ദേഹം 4 തരത്തിലുള്ള വരുമാനം ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്നു എന്നുള്ളതാണ്. അത് എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ബിസിനസ് ഓണേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന അടുത്തൊരു കാറ്റഗറി, അത് ആക്റ്റീവ് ഇൻകം ലഭിക്കുന്ന ആളുകളും പാസീവ് ഇൻകം ലഭിക്കുന്ന ആളുകളുമായിട്ട് അദ്ദേഹം തിരിച്ചിരിക്കുന്നു. ഈ 4 കാറ്റഗറീനെ 2 വിഭാഗമായിട്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. എംപ്ലോയി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അവരുടെ 8 മണിക്കൂറോ 10 മണിക്കൂർ അധ്വാനം കൊടുത്തുകൊണ്ട് അതിനെ നമുക്കൊരു കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളാണ്. ലോകത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് എംപ്ലോയി. അതേപോലെ തന്നെ സെൽഫ് എംപ്ലോയി, സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾ, ഈ കാറ്റഗറിയിൽ വരുന്നതാണ് ഡോക്ടേഴ്സ്, വക്കീലന്മാർ, ഓട്ടോ ഡ്രൈവേഴ്സ് തുടങ്ങിയ ആളുകളൊക്കെ. ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ വർക്ക് നോക്കാനായിട്ട് മുകളിൽ ആളുകൾ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്, സൂപ്പർവിഷൻ ഉണ്ടായിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് ഡോക്ടേഴ്സും അല്ലെങ്കിൽ വക്കീലന്മാരും ഒഴിച്ച് ബഹുഭൂരിപക്ഷം ആളുകളും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന ഈ 2 കാറ്റഗറിയിൽ പെടുന്ന ആളുകളെ റോബർട്ട് കിയോസാക്കി പുവർ പീപ്പിൾ കാറ്റഗറി എന്നാണ് പറയുന്നത്. പാവപ്പെട്ട ആളുകളുടെ കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ലോക ജനസംഖ്യയുടെ 90% ഈ 2 കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അതേസമയം ലോക ജനസംഖ്യയുടെ 10% താഴെ വരുന്ന 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് ബിസിനസ് ഓണേഴ്സ്, ബിസിനസ് ചെയ്യുന്ന ആളുകളും, പിന്നെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ഇവിടെ ബിസിനസ് ഓണേഴ്സ് പാസീവ് ഇൻകം ലഭിക്കുന്നത് മറ്റുള്ള ആളുകളുടെ അധ്വാനത്തെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ് യൂസഫ് അലി. അദ്ദേഹത്തിൻ്റെ താഴെ ഏകദേശം 60,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്നു. അവരുടെയൊക്കെ 8 മണിക്കൂറും 10 മണിക്കൂറും ആ മനുഷ്യാധ്വാനത്തെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ബിസിനസ് സിസ്റ്റം റൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, പൈസയെ വീണ്ടും പൈസ ഉണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ഷെയർ മാർക്കറ്റിലോ ഗോൾഡിലോ ലാൻഡിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പണത്തെ വീണ്ടും പണമുണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. ഇപ്പോൾ റോബർട്ട് കിയോസാക്കി പറയുന്നത് എംപ്ലോയി, സെൽഫ് എംപ്ലോയി എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾക്ക് ഒരു ബിസിനസ് ഓണർ ആവാനായിട്ട് ലോകത്തിലെ വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ കടന്നു വരാൻ സാധിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. മറ്റുള്ള ആളുകളുടെ മനുഷ്യാധ്വാനത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ബിസിനസ് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ വൈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്? ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് എന്തുകൊണ്ട് ആളുകൾ കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവുന്നു, ഡ്രീം കാർ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു, വീട് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ടൂർ പ്രോഗ്രാം, ഒരുപാട് യാത്രകൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് നമുക്ക് ഓഫർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഓഫർ ചെയ്യുന്നു, റെക്കഗ്നീഷൻ, ഒരുപാട് അംഗീകാരം നമുക്ക് ലഭിക്കുന്നു, ചാരിറ്റി എന്നുള്ളതാണ്, ചാരിറ്റി ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു, ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി. ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾ ഈ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക്, ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ട്രഡീഷണൽ ബിസിനസ് അഗൈൻസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ്. എന്താണ് ട്രഡീഷണൽ പ്ലാറ്റ്ഫോം, എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ പോയി നമ്മൾ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുന്നത്. അത് ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ 40 രൂപ വരുന്ന ഒരു പ്രൊഡക്റ്റിന് മുതൽ ചിലവ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ കസ്റ്റമറിലേക്ക് എത്തുമ്പോൾ 100 രൂപയായിട്ട് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, അതിനുശേഷം ഒരു ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കും, ഹോൾസെയിലർ ഉണ്ടായിരിക്കും, റീറ്റെയിലർ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ കസ്റ്റമർക്ക് ആ പ്രൊഡക്റ്റ് അറിയുന്നതിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റും കൂടി നടത്തുന്നതാണ്. അപ്പോൾ വലിയൊരു തുക അഡ്വർടൈസ്മെൻറ്റിനും കൂടി മാറ്റിവെക്കുന്നു. അങ്ങനെ അത് 100 രൂപയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മാർക്കറ്റിംഗ് കമ്പനി ആ കമ്പനിയെ നേരിട്ട് കസ്റ്റമറിലേക്ക് എത്തുകയും ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം നല്ലതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് അടുത്ത കസ്റ്റമറിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ കസ്റ്റമർ ടു കസ്റ്റമറിൽ ആണ് ഇവിടെ ബിസിനസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാരില്ല, പരസ്യമില്ല എന്നുള്ളതാണ്. മൗത്ത് പബ്ലിസിറ്റിയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ
പരസ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് നമുക്ക് നോക്കാം. നോ ഇൻവെസ്റ്റ്മെൻറ്റ്, നോ റിസ്ക്. ഇവിടെ പ്രത്യേകിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള റിസ്ക് നമുക്ക് ഉണ്ടാവുന്നില്ല. നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. ഈ ഇൻഡസ്ട്രിയിൽ പരിചയമില്ലാത്ത ആളുകൾക്കും ഇതിലേക്ക് കടന്നു വരാവുന്നതും ബിസിനസ് നടത്താവുന്നതുമാണ് എന്നുള്ളതാണ്. നോ എംപ്ലോയീസ്, നോ ഇൻവെൻട്രി. ഇവിടെ നമ്മൾ ഒരാളെയും സ്റ്റാഫായിട്ട് വയ്ക്കുന്നില്ല. അതുകൊണ്ട് സാലറി എന്ന് പറയുന്ന ഒരു തലവേദന നമുക്കില്ല എന്നുള്ളതാണ്. പിന്നെ കണക്ക് സൂക്ഷിക്കാനൊക്കെ എല്ലാതും കമ്പനിയുടെ വെബ്സൈറ്റിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട സോഫ്റ്റ്വെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വാങ്ങിക്കേണ്ടതില്ല എന്നുള്ളതാണ്. വർക്കിംഗ് കൺവീനിയൻസ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓഫ് ടൈം ആൻഡ് പ്ലേസ്. ഇതിൽ നമുക്ക് വർക്കിംഗ് കൺവീനിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വർക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് മാത്രമാണ് വർക്ക് ചെയ്യണം അങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നമുക്കില്ല എന്നുള്ളതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ബ്രാൻഡിങ്. ഒരുപാട് വ്യക്തിത്വ വികസന ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതിൽ ബിസിനസ് ചെയ്ത് ഓരോ റാങ്കുകൾ മുന്നേറുമ്പോഴും നമ്മളൊരു ബ്രാൻഡായി മാറും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മളിൽ ഉടലെടുക്കും എന്നുള്ളതാണ്. അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. പലതരത്തിലുള്ള വരുമാനങ്ങളുണ്ട്. അത് പല വരുമാനത്തിനും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല അല്ലെങ്കിൽ ലിമിറ്റ് ഇല്ല എന്നുള്ളതാണ്. വൈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്? ഇന്ത്യയിൽ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഇപ്പോൾ എല്ലാ കമ്പനികളും കൂടിയിട്ട് ടോട്ടൽ ഓൾ ഓവർ ഇന്ത്യയിൽ 25,000 കോടി രൂപയിൽ താഴെയാണ് ബിസിനസ് നടക്കുന്നതെങ്കിൽ അടുത്ത കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് 65,000 കോടി രൂപയിലേക്ക് ടേൺ ഓവറിലേക്കൊക്കെ മുന്നേറും എന്നുള്ളതാണ്. അതിൻ്റെ ടേൺ ഓവർ കുതിക്കുമെന്നുള്ളതാണ് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഫിക്കി, KPMG പോലുള്ള സംഘടനകളാണ് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹൗ ടു സ്റ്റാർട്ട് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. എങ്ങനെ ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരും അഡ്രസ്സും കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്ന് നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഉപയോഗിച്ച് നോക്കി നല്ലതാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അവർ റെക്കമെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കും അവരുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ റെക്കമെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പറയാതെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറയുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് റിക്വയർമെൻറ്റ് ഫോർ ഡിജിറ്റൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. ഈ ബിസിനസ് ആരംഭിക്കാൻ വേണ്ട എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. ഒന്നൊരു സ്മാർട്ട് ഫോൺ, നല്ലൊരു സ്മാർട്ട് ഫോൺ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ, നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഡ്രീം ബിഗ്, അല്ലേ, വലിയ സ്വപ്നങ്ങളും അത് നേടിയെടുക്കുന്നത് വരെ പിന്മാറില്ല എന്നുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഹൗ ടു ചൂസ് എ ഗുഡ് കമ്പനി, ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി. ഒരു നല്ലൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്രൊഫൈൽ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ പ്രൊഫൈൽ നമ്മൾ നോക്കണം. ഇതിൻ്റെ MDO അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ ഈ മേഖലയിൽ അനുഭവജ്ഞാനമുള്ളതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഭാഗ്യവശം നമ്മുടെ CSM കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് 20 വർഷത്തിൽ മേലെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ പരിചയമുണ്ട് എന്നുള്ളതാണ്. പ്രൊഡക്റ്റുകൾ, ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണോ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് കമ്പനി തരുന്നതെന്നുള്ളതും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കോമ്പൻസേഷൻ പ്ലാൻ. ഒരു ബിസിനസ് നടന്നു കഴിഞ്ഞാൽ പല കമ്പനികളും ഒരു മാസം കഴിഞ്ഞ് കമ്മീഷൻ കൊടുക്കുന്ന ശൈലിയുണ്ടെന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ CSM കമ്പനി ഇന്ന് ബിസിനസ് നടന്നാൽ നാളെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്ന കമ്പനിയാണ്. കോമ്പൻസേഷൻ പ്ലാനാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സപ്പോർട്ടിംഗ് സിസ്റ്റം. ഒരു പുതിയതായിട്ട് കടന്നു വരുന്ന വ്യക്തിക്ക് ഇതിൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കുന്നതിനും ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങളിൽ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം വേണമെന്നുള്ളതാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. കമ്പനി പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ടോ, മാർക്കറ്റിനെ പഠനം നടത്തി മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഒപ്പം തന്നെ പീപ്പിൾ, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അവരുടെ സ്വഭാവം അല്ലെങ്കിൽ അതും നമ്മളെ ഈ ബിസിനസ്സിലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. ഇനി കമ്പനി എന്താണെന്നുള്ളതാണ്. CSM കമ്പനിയുടെ പേര് CSM യൂണിവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. 2023 കൊച്ചിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 200-ലധികം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ് കമ്പനി നമുക്ക് മുന്നോട്ട് തരുന്നത്. അതിൽ വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, FMCG പ്രൊഡക്ട്സുകളുണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്, ഹോം എസെൻഷ്യൽ ഉണ്ട്. അങ്ങനെ പല കാറ്റഗറിയിൽ പെടുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് കമ്പനി തരുന്നു എന്നുള്ളതാണ്.
കമ്പനിയുടെ MD ബിജോയ് സെബാസ്റ്റ്യൻ സാറാണ്. കമ്പനി റെഫറൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. CSM യൂണിവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ട് എന്നുള്ളതാണ്. ടു എമർജ് ആസ് എ ഗ്ലോബൽ ലീഡർ ഇൻ ഡയറക്റ്റ് സെല്ലിംഗ് എന്നുള്ളതാണ്. ഒരു ഗ്ലോബൽ ലീഡർ ആവുക എന്നുള്ളതാണ് കമ്പനിയെ സംബന്ധിച്ച് വിഷൻ എന്ന് പറയുന്നത്. മിഷനുണ്ട്. ആ ഗ്ലോബൽ ലീഡർ ആവാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് എത്താന്നുള്ളതും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു കമ്പനിയാണ്. ക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ ഉണ്ട്, എംപവർമെൻ്റ് ഉണ്ട്, ഗ്ലോബൽ റീച്ച് ഉണ്ട്, റെക്കഗ്നിഷൻ, ലീഡർഷിപ്പ്, ഇതൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ആ വിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. കമ്പനി ലീഗൽ ഡോക്യുമെൻറ്റ്സ്, കമ്പനിയുടെ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സും ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കമ്പനിയുടെ ബ്രാൻഡുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ആയു റൂട്ട്സ് എന്ന് പറയുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് റോയൽ ഫ്ലേവേഴ്സ്, ഗ്രീൻ മിസ്റ്റ്, എസ്ലിൻ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡുകൾ കമ്പനികൾക്കുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് ഇനി വരുമാനം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുമാനം ലഭിക്കുക. 8 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി മുന്നോട്ട് തരുന്നത്. 1 റീറ്റെയിൽ പ്രോഫിറ്റ്, 2 മെൻറ്റർ ബോണസ്, 3 ബിസിനസ് മാച്ചിങ് ബോണസ്, 4 പെർഫോമൻസ് ബോണസ്, 5 ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ്, 6 ക്ലബ്ബ് റോയൽറ്റി ബോണസ്, 7 ആനുവൽ റോയൽറ്റി ബോണസ്, 8 പെർഫോമൻസ് ആൻഡ് റിവാർഡ്സ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. റീറ്റെയിൽ പ്രോഫിറ്റ് വളരെ സിമ്പിളാണ്. ആദ്യത്തെ വരുമാനം, നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിക്കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് DP റേറ്റ്, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനായിരിക്കും നമുക്ക് ലഭിക്കുക. അത് MRPയിൽ നിന്നും അപ് ടു 40% വരെയൊക്കെ റിഡക്ഷനോട് കൂടിയിട്ടാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കസ്റ്റമർക്ക് നമുക്ക് DPയിൽ വാങ്ങിച്ച് MRP റേറ്റിന് നമുക്ക് പ്രൊഡക്റ്റുകൾ കൊടുക്കാം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്പോട്ട് ഇൻകം ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മെൻറ്റർ ബോണസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ്. നമുക്ക് ഒരാളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരാളെ സ്പോൺസർ ചെയ്തു, ആ സ്പോൺസർ ചെയ്ത വ്യക്തി സപ്പോസ് ഒരു 10,000 BVയുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. നമ്മുടെ ഫ്രാഞ്ചൈസികളിൽ പോയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ BVയുടെ 8% ആരാണോ സ്പോൺസർ ചെയ്തത് ആ വ്യക്തിക്ക് മെൻറ്റർ ബോണസായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മെൻറ്റർ ബോണസ് ഇപ്പോൾ 10,000 BV ആണെങ്കിൽ അതിൻ്റെ 8% 800 രൂപ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സ്പോൺസർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 8% BVയുടെ 8% വരെ നമുക്ക് സ്പോൺസർ ഇൻകമായിട്ട് മെൻറ്റർ ബോണസായിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ബിസിനസ് മാച്ചിങ് ബോണസ്, അടുത്തതാണ് ബിസിനസ് മാച്ചിങ് ബോണസ്. നമുക്ക് നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് ബൈനറി സംവിധാനമാണ്. അതിൽ 2 ചാനലുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. 2 ടീമുകളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ചാനൽ A, ചാനൽ B എന്ന് പറയുന്നത്. ഇതിൽ ചാനൽ Aയിൽ 2500 BVയും ചാനൽ Bയിൽ 2500 BVയും ആകുകയാണെങ്കിൽ നമുക്കിവിടെ അത് പെയർ മാച്ചിങ് നടന്ന് അതിൻ്റെ 18% നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആദ്യത്തെ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു എക്സ്ട്രാ 2500 ബിസിനസ് BVയുടെയും കൂടിയും സെയിൽ നടക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 18% 450 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് പിറ്റേ ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. പിന്നീട് 2500 BV മാച്ചിങ് നടക്കുന്നു. ഇനി മാച്ചിങ് നടക്കാത്ത ചാനലിലുള്ള BV ക്യാരി ഫോർവേഡ് നടക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ആദ്യത്തെ മാത്രം 2:1 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലാണ്. അതിനുശേഷം 1:1 എന്ന് പറയുന്ന റേഷ്യോയിൽ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് കമ്പനി 3 തരത്തിലുള്ള പ്ലാനുകൾ നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് തരുന്നുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് പ്ലാൻ എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്. അതിൽ ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ 2500 ബിസിനസ് വോളിയമാണ് എടുത്തു വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 5000 രൂപ വരെ വരുമാനം വരാവുന്നതാണ്. അപ്പോൾ ഒരു ദിവസം 5000 രൂപ വരെ ആണെങ്കിൽ നമുക്കൊരു മാസം 1,50,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു പ്ലാനാണ് പ്രിവിലേജ് പ്ലാൻ. അതിന് 7500 ബിസിനസ് വോളിയമാണ് എടുത്ത് വരേണ്ടത്. അങ്ങനെ എടുത്ത് വരാണെങ്കിൽ ഒരു ദിവസം 15,000 രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു ബിസിനസ് മാച്ചിങ് ബോണസായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം 4,50,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തൊരു പ്ലാൻ കമ്പനി അവതരിപ്പിച്ചത് എലൈറ്റ് പ്ലാനാണ്. ഈ എലൈറ്റ് പ്ലാൻ ആക്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട് 15,000 BVയാണ് നമ്മൾ എടുത്തു വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 25,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ്. ഒരു ദിവസം 25,000 ലഭിക്കുന്നു പറയുമ്പോൾ ഒരു മാസം 7,50,000 രൂപ വരെ നമുക്ക് ലഭിക്കുന്ന ഒരു പ്ലാനാണ് എലൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതെടുത്ത് വേണമെങ്കിലും നമുക്ക് ആക്ടിവേഷൻ നടത്തി മുന്നോട്ട് വരാവുന്നതാണ്. പെർഫോമൻസ് ബോണസ്, അടുത്ത വരുമാനത്താണ് പെർഫോമൻസ് ബോണസ്. പെർഫോമൻസ് ബോണസ് കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ BVയുടെ 3% കമ്പനി മാറ്റി വെച്ചിരിക്കുന്നു. അത് പ്ലാറ്റിനം ആൻഡ് അബവ്
വരുന്ന റാങ്കിൽ വരുന്ന ആളുകൾക്കാണ് അത് മാറ്റിവെച്ചിട്ടുള്ളത്. അതിനൊരു ക്രൈറ്റീരിയ കമ്പനി പറഞ്ഞിട്ടുണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആ, സമയത്ത് നമുക്കത് ഡിവൈഡ് ചെയ്ത് തരുന്നു. ആരൊക്കെയാണോ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നത് അതിന് ആ ആളുകൾക്ക് അത് ഡിവൈഡ് ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. അടുത്താണ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ബോണസ്. അതിന് 3% കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ 3% കമ്പനി മാറ്റിവെച്ചിരിക്കുന്നത്. അത് റൂബി റാങ്ക് ഓൺ എബോവിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അതിനും ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ആളുകൾക്കും അതും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. 6-ാമത്തെയാണ് ക്ലബ്ബ് റോയൽറ്റി ബോണസ്. കമ്പനിക്ക് 13 റാങ്കുകളാണുള്ളത്. അതിൽ അവസാനത്തെ 3 റാങ്കിൽ വരുന്ന ആളുകൾക്ക് കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ 1% കമ്പനി മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. 1% വെച്ച്. ആനുവൽ റോയൽറ്റി ബോണസ് ഉണ്ട്. ആനുവൽ റോയൽറ്റി ബോണസിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ 1%. അതൊരു വർഷത്തെ ടേൺ ഓവറിൻ്റെ 1%. അത് ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്ന റാങ്കിലെത്തുന്ന ആളുകൾക്ക് ആനുവലി ആയിട്ട് അത് വിധിച്ച് നൽകുന്നു. ഇനി പെർഫോമൻസ് ആൻഡ് റിവാർഡ്സ്. 8-ാമത്തെ വരുന്നത് പെർഫോമൻസ് ആൻഡ് റിവാർഡ്സ് ആണ്. അതിൽ 13 റാങ്കുകളിൽ ആദ്യത്തെ റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ റാങ്ക്. നമ്മളൊരു വ്യക്തി ആക്റ്റീവ് ആയതിനു ശേഷം 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 5000 രൂപ വരുമാനം നേടുകയാണെങ്കിൽ നമുക്ക് എന്താണ് സ്റ്റാർ റാങ്ക് എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തുകയും ആ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് 2000 രൂപയ്ക്ക് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ബ്രോൺസ് റാങ്കാണ്. ബ്രോൺസ് റാങ്ക് എന്ന് പറയുമ്പോൾ സ്റ്റാർ റാങ്ക് ആയതിനു ശേഷം 30 ദിവസം കൂടി നമുക്ക് ലഭിക്കുന്നു. അതിൽ 10000 രൂപ നമ്മൾ ഏൺ ചെയ്യുകയാണെങ്കിൽ കമ്പനി നമുക്ക് 3000 രൂപയുടെ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് തരുന്നു, റിവാർഡായിട്ട് തരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു എക്സിക്യൂട്ടീവ് ബാഗും കൂടി കമ്പനി തരുന്നു. അടുത്താണ് സിൽവർ റാങ്ക്. സിൽവർ റാങ്കിന് വേണ്ടിയിട്ട് 60 ദിവസമാണ് നമുക്ക് ലഭിക്കുന്നത് ബ്രോൺസ് റാങ്കിൽ നിന്നും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു 35,000 രൂപ വരുമാനം നേടുന്ന സമയത്ത് നമുക്ക് 4000 രൂപ വർത്തായിട്ടുള്ളൊരു റിവാർഡ് പ്രൊഡക്റ്റ് നമുക്ക് റിവാർഡായിട്ട് തരുന്നു. ഒപ്പം തന്നെ കമ്പനിയുടെ ലോഗോ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം 1 ഡേ ലോക്കൽ ട്രിപ്പും കൂടിയും കമ്പനി തരുന്നു എന്നുള്ളതാണ്. അടുത്താണ് ഗോൾഡ് റാങ്ക്. ഗോൾഡ് റാങ്ക് ആവാനായിട്ട് 90 ദിവസമാണ് സിൽവർ റാങ്കിൽ നിന്നും തരുന്നത്. അത് 85,000 രൂപ നമുക്ക് നേടുകയാണെങ്കിൽ 5000 രൂപ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ 1 ഇയർ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ നമുക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ 2 ഡേ 1 നൈറ്റ് ഫോർ കപ്പിൾ ഇൻ സെലക്റ്റഡ് ലൊക്കേഷൻ വിത്തിൻ ദ രജിസ്റ്റേർഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അടുത്തത് പ്ലാറ്റിനം റാങ്കാണ്. ഗോൾഡ് റാങ്കിൽ നിന്ന് 120 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്ലാറ്റിനം റാങ്ക് ആവുകയാണെങ്കിൽ കമ്പനി 7500 രൂപയുടെ മൂല്യമുള്ള പുറത്തായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നു. ഒപ്പം തന്നെ 2 ഡേ 1 നൈറ്റ് ട്രിപ്പ് ഫോർ കപ്പിൾ ടു സെലക്റ്റഡ് ഹിൽ സ്റ്റേഷൻ ഇന്ത്യ നമുക്ക് തരുന്നു. ഒപ്പം തന്നെ കമ്പനിയുടെ ലോഗോ വെച്ച പ്രൊഡക്റ്റുകളും കൂടി നമുക്ക് തരുന്നു. ഒപ്പം തന്നെ ഒരു ടാബും കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്താണ് സഫയർ റാങ്ക്. സഫയർ റാങ്കിൽ നമുക്ക് 180 ദിവസമാണ് പ്ലാറ്റിനം റാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് സഫയർ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് 3 ഡേയ്സ് 2 നൈറ്റ് ട്രിപ്പ് ടു ഗോവ ഫോർ കപ്പിൾ. ഒപ്പം തന്നെ ഒരു മൊബൈൽ ഫോണും കൂടി കമ്പനി തരുന്നു എന്നുള്ളതാണ്. ഇനി പേൾ റാങ്കിലെത്തുന്ന സമയത്ത് നമുക്ക് 210 ദിവസമാണ് സഫയർ റാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. സഫയർ റാങ്കിലെത്തുന്ന സമയത്ത് 3 ഡേയ്സ് 2 നൈറ്റ് ട്രിപ്പ് ടു ഹൈദരാബാദ് ഫോർ കപ്പിൾ, ഒരു ലാപ്ടോപ്പും കൂടിയും ലഭിക്കുന്നു. റൂബി റാങ്കിലെത്തുന്ന സമയത്ത് 240 ദിവസമാണ് പേൾ റാങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ റൂബി റാങ്ക് എത്തുകയാണെങ്കിൽ ഡിന്നർ ഇൻ 5 സ്റ്റാർ ഹോട്ടൽ ലഭിക്കുന്നു, ക്യാഷ്ലെസ് മെഡിക്ലെയിം പോളിസി ലഭിക്കുന്നു, 3 ഡേ 2 നൈറ്റ് ട്രിപ്പ് ടു കുളു മണാലി ആൻഡ് താജ്മഹൽ ഫോർ കപ്പിൾ ലഭിക്കുന്നു. ഇനി എമറാൾഡിലെത്തുന്ന സമയത്ത് അവിടെ ടൈമിൻ ഇല്ല. എപ്പോൾ നമ്മൾ എമറാൾഡ് റാങ്കിലേക്ക് എത്തിയാലും 3 ഡേ 2 നൈറ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു മലേഷ്യ ഓർ സിംഗപ്പൂർ ഫോർ കപ്പിൾ. ഒപ്പം തന്നെ ഷോപ്പിംഗ് അലവൻസും കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഡയമണ്ടിൽ റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 3 ഡേ 2 നൈറ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു തായ്ലൻഡ് ഓർ ബാലി ഫോർ കപ്പിൾ. ഒപ്പം തന്നെ ഷോപ്പിംഗ് അലവൻസും കൂടി നമുക്ക് ലഭിക്കുന്നു. ബ്ലൂ ഡയമണ്ട് റാങ്കിലെത്തുന്ന സമയത്ത് 4 ഡേ 3 നൈറ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ടു ദുബായ് ഫോർ കപ്പിൾ. ഒപ്പം തന്നെ ഷോപ്പിംഗ് അലവൻസും കൂടി ലഭിക്കുന്നു. ക്രൗൺ ഡയമണ്ട് എത്തുന്ന സമയത്ത് 4 ഡേ 3 നൈറ്റ് മാൽഡീവ്സ് ഫോർ കപ്പിൾ. ഒപ്പം തന്നെ ഷോപ്പിംഗ് അലവൻസും കൂടി നമുക്ക് ലഭിക്കുന്നു. ഇനി ബ്രാൻഡ് അംബാസിഡർ, അവസാനത്തെ റാങ്ക് ആയിട്ടുള്ള ബ്രാൻഡ് അംബാസിഡർ എത്തുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നത് 6 ഡേ 5 നൈറ്റ് യൂറോപ്യൻ ട്രിപ്പ് ഫോർ കപ്പിൾ. ഒപ്പം തന്നെ ഷോപ്പിംഗ് അലവൻസും കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ CSM നോമിനേഷൻ ഫെസിലിറ്റിയും കൂടിയുണ്ട്. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു നോമിനിയെ കൊടുക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ അഭാവത്തിലും ആ നോമിനിയിലേക്ക് വരുമാനം കിട്ടാവുന്ന രീതിയിലേക്കാണ്. 1 ടൈം വർക്ക് ഓൾ ജനറേഷൻ ഇൻകം എന്നുള്ള രീതിയിലും കൂടി നമുക്ക് ആ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട് എന്നുള്ളതാണ്.
ഇനി 5 സ്റ്റാർ ഓപ്പർച്യൂണിറ്റിയാണ്. ഹൈ ക്ലാസ് പ്രൊഡക്ട്സ് ആണ് കമ്പനി നമുക്ക് തരുന്നത് മാർക്കറ്റ് ചെയ്യാനായിട്ട്. ബെസ്റ്റ് കോമ്പൻസേഷൻ പ്ലാൻ ആണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനി ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. 4 ഗ്രേറ്റ് മാനേജ്മെൻറ്റ്, ഒപ്പം തന്നെ എക്സലൻറ്റ് കസ്റ്റമർ സർവീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ഒരു കമ്പനിയാണ് കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ് അഥവാ CSM യൂണിവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് മുന്നിലേക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദെൻ വൈ ഡിലേ, ഇനി എന്തിനും താമസിപ്പിക്കണം എന്നുള്ള ചോദ്യമുണ്ട്. ശക്തമായിട്ടുള്ള തീരുമാനമെടുക്കുക. തീരുമാനമെടുത്തതിന് ശേഷം വർക്ക് ചെയ്യുക, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.